യെസ്, അതിനു മുമ്പ് കൊടിക്കുന്നിൽ സുരേഷ് MP നമുക്കൊപ്പമുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ദീർഘനാളുകൾ മൻമോഹൻ സിംഗിനോടൊപ്പം പ്രവർത്തിക്കാൻ അനുഭവം കിട്ടിയ ആ മന്ത്രിസഭാ അംഗമായിരുന്ന വ്യക്തിയാണ് താങ്കൾ. എങ്ങനെ ഓർത്തെടുക്കാം മൻമോഹൻ സിംഗിനെ? ഹലോ, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഒരു അംഗമായി ഏറ്റവും അടുത്തു നിന്ന് പ്രവർത്തിക്കാൻ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭാംഗമായി ഏറ്റവും അടുത്ത് നിന്ന് പ്രവർത്തിക്കാൻ, അതിന്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തികളിൽ ഒരാളാണ് താങ്കൾ. എങ്ങനെ ഓർത്തെടുക്കുന്നു? അതെ, 2ാം UPA ഗവൺമെന്റിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനോടൊപ്പം അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് സഹമന്ത്രിയായി എനിക്ക് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചത്. അവസാനത്തെ 2 വർഷമാണ് തൊഴിൽ വകുപ്പ് മന്ത്രിയായി എനിക്ക് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചത്. എന്റെ ക്യാബിനറ്റ് മന്ത്രി ഇന്നത്തെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആയിരുന്നു. എനിക്ക് ആദ്യമേ തന്നെ അദ്ദേഹം 2ാം മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിൽ ആദ്യം തന്നെ മന്ത്രിസ്ഥാനത്തിന് എന്നെ പരിഗണിച്ചതാണ്. പല കാരണങ്ങൾ കൊണ്ട് അത് അപ്പോൾ എനിക്ക് എന്നെ മന്ത്രിയാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിരുന്നു. പിന്നീട് അവസരം വരുമ്പോൾ പരിഗണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം അദ്ദേഹം 2ാം UPAയുടെ അവസാനത്തെ 2 വർഷമുള്ളപ്പോഴാണ് മന്ത്രിസഭാ പുനഃസംഘടന വന്നത്. ആ പുനഃസംഘടനയിലാണ് സോണിയാജിയുടെയും മൻമോഹൻ സിംഗ് ജിയുടെയും ഒക്കെ താല്പര്യപ്രകാരം എനിക്ക് മന്ത്രിസഭയിൽ അവസാനത്തെ 2 വർഷം സഹമന്ത്രിയായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചത്. താങ്കൾ ചോദിച്ചത് തീർച്ചയായും മൻമോഹൻ സിംഗിന്റെ ഏറെ വാത്സല്യം ഏറ്റുവാങ്ങിയ ഒരാളാണ് ഞാൻ. അദ്ദേഹം ഞങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാരെ, ഞാൻ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരായ മന്ത്രിമാരെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങൾക്ക് അവസരങ്ങൾ തരികയും ചെയ്തിരുന്നു. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ഞങ്ങൾക്ക് എല്ലാവിധമായ പിന്തുണയും നൽകിയിരുന്നു. അതുപോലെ തന്നെ ക്യാബിനറ്റ് മന്ത്രിമാരോട് ഞങ്ങൾക്ക് സഹമന്ത്രിമാർക്ക് ആവശ്യമായ പരിഗണന നൽകണമെന്നും ആവശ്യമായ ഉത്തരവാദിത്വങ്ങൾ നൽകണമെന്നും ഒക്കെ തന്നെ അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ സഹമന്ത്രിമാരായ ഞങ്ങളെ ക്യാബിനറ്റ് മന്ത്രിമാർ അല്ലെങ്കിൽ സീനിയർ മന്ത്രിമാരെ പരിഗണിക്കാതെ വന്നാൽ അദ്ദേഹം ഇടപെടുകയും അതിൽ ഞങ്ങൾക്ക് ആവശ്യമായ പരിഗണന നൽകണം, ആ ഉത്തരവാദിത്വങ്ങൾ നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്ത കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് അവതരണത്തെയാണ്. അദ്ദേഹം നരസിംഹറാവു ഗവൺമെന്റ്, അതായത് 10ാം ലോക്സഭയിൽ നരസിംഹറാവുവിന്റെ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായി വന്ന ആ ധനകാര്യമന്ത്രിയായി 5 വർഷം അവതരിപ്പിച്ച ബഡ്ജറ്റാണ് എന്നെ ഏറെ ആകർഷിച്ചത്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. പ്രതിപക്ഷ ഉപനേതാവ് LK അഡ്വാനി ആയിരുന്നു. സുഷമ സ്വരാജ്, പ്രമോദ് മഹാജൻ, അതുപോലെ തന്നെ രാജമാത വിജയ സിന്ധ്യ ഉൾപ്പെടെയുള്ള BJPയുടെ ജസ്വന്ത് സിംഗ് ഉൾപ്പെടെയുള്ള BJPയുടെ പ്രഗത്ഭരായ ഒരു നിരയാണ് അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്നത്. ഇടതുപക്ഷത്തിൽ സോമനാഥ് ചാറ്റർജി, അതോടൊപ്പം തന്നെ ഇന്ദ്രജിത് ഗുപ്ത, ഗീതാ മുഖർജി, ചിട്ടബാസു, ജനതാദളിൽ നിന്ന് ജോർജ് ഫെർണാണ്ടസ്, രാംവിലാസ് പസ്വാൻ, ശരത് യാദവ് തുടങ്ങിയ വൻ നിരയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ അന്ന് പ്രതിപക്ഷ നിരയിലുണ്ടായിരുന്നത്. അന്നാണ് അദ്ദേഹം ഉദാരവൽക്കരണത്തിന്റെയും അതുപോലെ തന്നെ സാമ്പത്തിക പരിഷ്കാരങ്ങളും അതിനോടനുബന്ധിച്ചുള്ള സാമ്പത്തിക രംഗത്തെ ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ചുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ആ ബഡ്ജറ്റ് അവതരണമൊക്കെ തന്നെ വളരെ രസവുമായിരുന്നു. അദ്ദേഹം ശ്രീ വാജ്പേയിയുടെ തമാശകളും അതിന് ഉരുളയ്ക്ക് ഉപ്പേരി എന്ന നിലയിൽ അദ്ദേഹം മൻമോഹൻ സിംഗിന്റെ മറുപടിയൊക്കെ പലപ്പോഴും സഭയെ പൊട്ടി ചിരിപ്പിച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് ചർച്ചാ വേളയിൽ പൂർണ്ണ അദ്ദേഹം സഭയിൽ ഉണ്ടാകുമായിരുന്നു. അതുപോലെ തന്നെ ആ ബഡ്ജറ്റിന്റെ മറുപടി പ്രസംഗത്തിൽ വാജ്പേയി എണീറ്റാൽ അദ്ദേഹം ഇരിക്കുമായിരുന്നു. അതുപോലെ തന്നെ മൻമോഹൻ സിംഗിന്റെ പ്രസംഗങ്ങളിൽ ഇടപെട്ട് വാജ്പേയിയും അതുപോലെ തന്നെ മറ്റു പ്രതിപക്ഷ നേതാക്കളും ചോദ്യങ്ങൾ ചോദിക്കും. അതിനൊക്കെ വളരെ തന്മയത്തോടുകൂടി മറുപടി പറഞ്ഞ് മറ്റംഗങ്ങളെയും ഈ ചോദ്യകർത്താക്കളെയും ഒക്കെ തന്നെ ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ രസാവകമായ ബഡ്ജറ്റ് അവതരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. തീർച്ചയായും ഇടതുപക്ഷത്തിലേക്ക് നല്ല രീതിയിൽ അദ്ദേഹം തലോടിയിട്ടുണ്ട്. കാരണം ഈ സാമ്പത്തിക ഉദാരവൽക്കരണത്തെ ശക്തമായി എതിർത്ത സോമനാഥ് ചാറ്റർജിയെയും അതോടൊപ്പം തന്നെ ഇന്ദ്രജിത്തെയൊക്കെ തന്നെ അദ്ദേഹം ലോകത്ത് ആകമാനം ഉണ്ടാകുന്ന സാമ്പത്തിക മാറ്റങ്ങൾ, റഷ്യയിലും ചൈനയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെയൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം നല്ല രീതിയിലുള്ള മറുപടി പറയുണ്ടായിരുന്നു. ഒരിക്കലും ശ്രീ മൻമോഹൻ സിംഗിനെ ഒരു ശത്രുവായോ ശത്രുപക്ഷത്തോ കണ്ടിട്ടില്ല. അവരെല്ലാവരും തന്നെ മൻമോഹൻ സിംഗിന്റെ കഴിവുകളെ പ്രതിപക്ഷം അംഗീകരിച്ചുകൊണ്ട് തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ച ആ രംഗങ്ങളാണ് 5 വർഷത്തെ ബഡ്ജറ്റ്. ഇന്ത്യയിലെ ഒരു ധനകാര്യമന്ത്രിയും, അതിനുശേഷം ഞാൻ പല ഗവൺമെന്റുകളുടെ കാലത്തും MP ആയിരുന്നു. ഇപ്പോഴും ഞാൻ ധനകാര്യമന്ത്രിമാരുടെ ബഡ്ജറ്റ് അവതരണം ഞാൻ കേൾക്കുന്നത്. വളരെ അരഗന്റായിട്ടുള്ള അവരുടെ ബഡ്ജറ്റിനുള്ള ചർച്ചയും മറുപടിയും ഒക്കെയാണ് ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിമാർ കേൾക്കുന്നത്. മൻമോഹൻ സിംഗിന്റെ മറുപടി ഒരിക്കലും ഒരു അരഗന്റായിട്ട് ആർക്കും തോന്നിയിട്ടില്ല. അദ്ദേഹം വളരെ അധികം സിമ്പിളായിട്ട് വളരെ തന്മയത്തോടു കൂടി എതിരാളികൾക്ക് നല്ല രീതിയിൽ മറുപടി കൊടുത്തുകൊണ്ടുള്ള, അവരെ അവരെ ചിന്തിപ്പിച്ചുള്ള ഒരു ബഡ്ജറ്റ് സ്പീച്ച്, അതുപോലെ തന്നെ ബഡ്ജറ്റിനുള്ള മറുപടി, ബഡ്ജറ്റ് അവതരണം
അത് തീർച്ചയായും ഇന്ത്യൻ പാർലമെന്റിൽ അതൊരു ചരിത്ര സംഭവം തന്നെയാണ്. അത് എന്നും നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന ബജറ്റ് അവതരണമാണ്. അങ്ങനെ മൻമോഹൻ സിംഗ് നമ്മുടെ ആ ഒരു ഭരണകാലം, ധനകാര്യമന്ത്രി എന്ന നിലയിൽ 10 വർഷം പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അടിത്തറയിട്ട ആ സാമ്പത്തിക ഭദ്രതയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇന്ന് മുന്നോട്ട് പോകുന്നത്. ലോകത്ത് പല രാജ്യങ്ങളും സാമ്പത്തികമായി തകർന്ന് കൂപ്പുകുത്തിയപ്പോൾ ഇന്ത്യ ഇന്നും വലിയൊരു സാമ്പത്തിക ശക്തിയായി നിലനിൽക്കുന്നതിന് കാരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ലോകത്താകമാനം ഉണ്ടാകുന്ന മാന്ദ്യം അത് ബാധിക്കാതിരിക്കുന്നതിന് കാരണം മൻമോഹൻ സിംഗിന്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള സമ്പദ് വ്യവസ്ഥയെ പുനരാവിഷ്കരിച്ച പുനർവിഭജിച്ച് സമ്പദ് വ്യവസ്ഥയെ കെട്ടുറപ്പുള്ള സമ്പദ് വ്യവസ്ഥയാക്കിയത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒന്നാം മോഡി സർക്കാർ നോട്ട് നിരോധനം നടത്തിയപ്പോൾ മൻമോഹൻ സിംഗ് അതിനെ വിമർശിച്ചത് എങ്ങനെയാണ്? ഇറ്റ്സ് ഓർഗനൈസ്ഡ് ലൂട്ടിംഗ്, സംഘടിത കൊള്ളയെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഒരൊറ്റ വിശേഷണത്തിൽ കൂടി തന്നെ നരേന്ദ്രമോദി സർക്കാരിന്റെ നോട്ട് നിരോധനം എത്രത്തോളം രാജ്യത്തിന് അപകടമുണ്ടാക്കി എന്നുള്ള ഒരു വിശേഷണം മൻമോഹൻ സിംഗ് നടത്തിയ ഒറ്റ വാക്കാണ് ഇറ്റ് ഈസ് എ ഓർഗനൈസ്ഡ് ലൂട്ടിംഗ്. അത് പറയാൻ മൻമോഹൻ സിംഗിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഈ അവസ്ഥയിൽ എടുത്തു പറയുന്നത്. അങ്ങനെ ഇന്ത്യ കണ്ട പ്രഗത്ഭനായ ധനകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും അതുപോലെ പ്രഗത്ഭനായ റിസർവ് ബാങ്ക് ഗവർണർ, ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്നീ നിലകളിൽ രാജ്യത്തിന് മികച്ച സംഭാവന ചെയ്ത ഒരു വലിയ ഭരണാധികാരിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. PC വിശ്വനാഥ്